ഹായ് ഓൾ, എല്ലാവർക്കും ഐപ്ലസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേട്ടിട്ട് സർവീസ് ടീച്ചേഴ്സിൻ്റെ അഡ്മിറ്റ് കാർഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നേരത്തെ തന്നെ അഡ്മിറ്റ് കാർഡൊക്കെ എടുത്തു വെക്കുക. ജനറൽ കേറ്റഡ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരും. അപ്പോൾ എല്ലാവരും പഠനം മുന്നോട്ട് തന്നെ കൊണ്ടുപോവുക. അപ്പോൾ നമ്മളിന്ന് കേട്ടിട്ട് സൈക്കോളജിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താണ് ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ഓപ്ഷൻ നോക്കിയേ? കോത്താരി കമ്മീഷൻ റിപ്പോർട്ട്, യശ്പാൽ കമ്മീഷൻ റിപ്പോർട്ട്, ആചാര്യ രാമമൂർത്തി കമ്മീഷൻ റിപ്പോർട്ട്, മുതലിയാർ കമ്മീഷൻ റിപ്പോർട്ട്. ഏതാണ് ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്ന റിപ്പോർട്ട് സമർപ്പിച്ച കമ്മീഷൻ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, ആൻസർ ഏതാണെന്ന് നോക്കിയേ. നോക്കാം, ആൻസർ നോക്കാം. ഏതാണ്? യശ്പാൽ കമ്മീഷൻ റിപ്പോർട്ടാണ് ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്ന പേരിൽ എന്ത് ചെയ്തത് റിപ്പോർട്ട് സമർപ്പിച്ച കമ്മീഷൻ. ഇനി എന്താണ് യശ്പാൽ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് നോക്കിയാലോ. അതെന്താണ്, ആരാണത് കൊണ്ടുവരുന്നത്, ഏത് വർഷമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്, അതാണ് നമ്മൾ നോക്കുന്നത്. യശ്പാൽ കമ്മിറ്റി 1992 ആരുടെ നേതൃത്വത്തിൽ? പ്രൊഫസർ യശ്പാലിൻ്റെ നേതൃത്വത്തിലാണ് രൂപീകരിച്ച കമ്മിറ്റിയാണ്. എന്തിനു വേണ്ടി? അതിൻ്റെ പർപ്പസ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സ്കൂൾ കുട്ടികൾ നേരിടുന്ന പഠനഭാരം പരിശോധിക്കുക. എന്താണ്? സ്കൂൾ കുട്ടികൾ നേരിടുന്ന പഠനഭാരം പരിശോധിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന കമ്മിറ്റിയാണ് ഏതെന്ന് പറയുന്നത്? യശ്പാൽ കമ്മിറ്റി എന്ന് പറയുന്നത്. അത് 1992 വന്നു. അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചതെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1993. എന്താണ് അതിൻ്റെ റിപ്പോർട്ട്? അവിടെ പറയുന്നതാണ് ഏത്? ഭാരമില്ലാത്ത പഠനം അല്ലെങ്കിൽ ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്നത്. ഓക്കെ, ഞാൻ പ്രധാന ശുപാർശകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ചെറുതായിട്ട് കാണാതെ പഠിക്കാനല്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. മെയിൻ കണ്ടന്റ് എന്താണ്? ഭാരമില്ലാത്ത പഠനം. അതിൽ നിന്നും നോക്കിയാൽ മതി. സ്കൂൾ ബാഗിൻ്റെയും പാഠപുസ്തകങ്ങളുടെയും ഭാരം കുറയ്ക്കുക, അതുപോലെ മനപ്പാഠ പഠനം കുറയ്ക്കുക. പിന്നെന്താണ്? പഠനം രസകരവും അർത്ഥവത്തും കുട്ടി കേന്ദ്രീകൃതവുമാക്കുക, അല്ലേ? സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആക്കുക. ടീച്ചർ സെൻറ്റേർഡ് മാറ്റി എന്താണ്? സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആക്കുക. പിന്നെ പഠനത്തെ കുട്ടികളുടെ ദൈനംദിന ജീവിത അനുഭവങ്ങളുമായി ബന്ധിപ്പിക്കുക. അനാവശ്യമായ ഗൃഹപാഠവും പരീക്ഷാ സമ്മർദ്ദവും കുറയ്ക്കുക. എന്തിനകത്ത് പറയുന്നതാണ്? യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട്. അപ്പോൾ ഇയർ ഓർത്ത് വെക്കുക. എന്താണ്? ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്ന് ഓർത്ത് വെക്കുക. പിന്നെ അതിൻ്റെ ആരാണ് കൊണ്ടുവന്നതെന്നും കൂടി ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? കോത്താരി കമ്മീഷൻ റിപ്പോർട്ടാണ്. കോത്താരി കമ്മീഷൻ അഥവാ എഡ്യൂക്കേഷൻ കമ്മീഷൻ, അങ്ങനെയും ചോദിക്കും. എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരും. ഓക്കെ, ഇയർ എന്നാണെന്ന് ഓർത്ത് വെക്കുക. മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ ചോദിക്കാറുണ്ട്. 1964-66 ആണ് എന്തിൻ്റെ ഇയർ എന്ന് പറയുന്നത്? കോത്താരി കമ്മീഷൻ ഇയർ എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടി വന്നതാ? ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയെ സമഗ്രമായി പഠിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് ഏതെന്ന് പറയുന്നത്? കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത്. അധ്യക്ഷനാരായിരുന്നു? ഡോക്ടർ DS കോത്താരിയാണ്. 64-66 ഇയർ. റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എന്നാണ്? 1966. അപ്പോൾ യശ്പാൽ കമ്മിറ്റി പറഞ്ഞു, അതുപോലെ കോത്താരി കമ്മീഷനും പറഞ്ഞു. അതിൻ്റെ ശുപാർശകൾ നോക്കിയേ. 10+2+3 വിദ്യാഭ്യാസ ഘടന. പിന്നെന്താണ്? 14 വയസ്സ് വരെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുക. ഒരു കോമൺ സ്കൂൾ സിസ്റ്റം, എല്ലാ കുട്ടികളെയും ഒരുമിച്ച്, അതാണ് കോമൺ സ്കൂൾ സിസ്റ്റം. ഒരു 3 ലാംഗ്വേജ് ഫോർമുല കൊണ്ടുവരിക. വിദ്യാഭ്യാസത്തിനായി ദേശീയ വരുമാനത്തിന് 6% മാറ്റിവെക്കുക. ഈ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അത് ഏത് കമ്മീഷനാണെന്ന് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഏത് കമ്മീഷനാണ് നമ്മൾ പറഞ്ഞത്? കോത്താരി കമ്മീഷനാണല്ലേ. നെക്സ്റ്റ് എന്താണ്? മുതലിയാർ കമ്മീഷൻ. മുതലിയാർ കമ്മീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. അപ്പോൾ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നും ക്വസ്റ്റ്യൻ വരാം. അതുപോലെ എന്താണ്? മുതലിയാർ കമ്മീഷൻ എന്നും ക്വസ്റ്റ്യൻ വരാം. അത് ഇയർ നോക്കിക്കോ. 52-53. അതിൻ്റെ അധ്യക്ഷനാരാണ്? ഡോക്ടർ A ലക്ഷ്മണസ്വാമി മുതലിയാർ. കാലയളവ് 52-53. റിപ്പോർട്ട് സമർപ്പിച്ചതെന്നാണ്? 1953, 1953. അതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സെക്കൻഡറി എഡ്യൂക്കേഷൻ, അപ്പോൾ സെക്കൻഡറി മേഖലയാണ്. സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം മെച്ചപ്പെടുത്തുക, വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനം, അതുപോലെ തൊഴിൽപരമായ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, വിദ്യാർത്ഥികളുടെ ജനാധിപത്യ പൗരത്വം വളർത്തുക, അതുപോലെ വിദ്യാർത്ഥികളുടെ സ്വഭാവ രൂപീകരണത്തെ പ്രോത്സാഹിപ്പിക്കുക. എന്തിൻ്റെ ലക്ഷ്യങ്ങളാണ്? മുതലിയാർ കമ്മീഷൻ്റെ ലക്ഷ്യങ്ങളാണ്. അതുപോലെ ആ കമ്മീഷൻ എന്തൊക്കെ ശുപാർശകളാണ് മുന്നോട്ട് വെച്ചത്? 7 വർഷത്തെ സെക്കൻഡറി വിദ്യാഭ്യാസം. ഇതൊക്കെ ഓരോ പോയിന്റ് ആയിട്ടും എടുത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി നോക്കി വെക്കുക ഏതിനകത്താണ് വരുന്നതെന്നുള്ളത്. പിന്നെ മൾട്ടിപർപ്പസ് സ്കൂൾ സ്ഥാപിക്കുക, ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. കുറച്ച് വലിയ സെക്കൻഡറി ആകുമ്പോൾ കുറച്ച് വലിയ പിള്ളേരല്ലേ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. വൊക്കേഷണൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ വിദ്യാഭ്യാസത്തിൽ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് കൂടി ഉൾപ്പെടുത്തുക.
നെക്സ്റ്റ് എന്താണ്? ആചാര്യ രാമമൂർത്തി കമ്മിറ്റി റിപ്പോർട്ടാണ് 1990 വരുന്നത്. അതെന്തിനു വേണ്ടിയാണ് വന്നത്? 1990-ൽ 1986 ദേശീയ വിദ്യാഭ്യാസ നയം അവലോകനം ചെയ്യുന്നതിന് വേണ്ടി വന്നതാണ്. 86 ദേശീയ വിദ്യാഭ്യാസ നയത്തെ അവലോകനം ചെയ്യാൻ വേണ്ടി 90 വന്നതാണ് ഏത്? ആചാര്യ രാമമൂർത്തി കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതെന്താണ് റിപ്പോർട്ട് പറയുന്നത്? ടുവേർഡ് ആൻ എൻലൈറ്റൻഡ് ആൻഡ് ഹ്യൂമൻ സൊസൈറ്റി എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ലേണിംഗ് വിത്തൗട്ട് ബർഡൻ പറഞ്ഞല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചേ, അതുപോലെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് നമുക്ക് ഏത് കമ്മിറ്റിയാണെന്ന് ചോദിക്കാം. അപ്പോൾ ഏതാണ്? ആചാര്യ രാമമൂർത്തി കമ്മിറ്റിയാണ്. 1986 NBEക്ക് വേണ്ടിയിട്ട് അവലോകനം ചെയ്യാൻ വേണ്ടി വന്നതാണ്. റിപ്പോർട്ട് സമർപ്പിച്ചതെന്നാണ് 1990. അതിൻ്റെ ശുപാർശകൾ എന്താണ്? വിദ്യാഭ്യാസത്തിൽ സാമൂഹിക നീതിയും സമത്വവും ഉറപ്പാക്കുക, അതുപോലെ കോമൺ സ്കൂൾ സിസ്റ്റം നടപ്പിലാക്കുക, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഭരണഘടനാപരമായ അവകാശമാക്കി മാറ്റുക, മാതൃഭാഷാ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, അതുപോലെ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ശക്തിപ്പെടുത്തുക. ജസ്റ്റ് ഒരു ഷോർട്ടായിട്ട് കൊടുത്തേക്കാണ്. യശ്പാൽ കമ്മിറ്റിയിൽ മെയിനായിട്ട് പറയുന്നതാണ് ലേണിംഗ് വിത്തൗട്ട് ബർഡൻ വർഷം 1993. പിന്നെന്താണ്? മുതലിയാർ കമ്മീഷൻ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നു. വർഷം 52-53. ആരാണ്? ലക്ഷ്മണ സ്വാമി മുതലിയാരാണ്. പിന്നെന്താണ്? കോത്താരി കമ്മീഷൻ വർഷം 64-66. ആരായിരുന്നു അധ്യക്ഷൻ? ഡോക്ടർ DS കോത്താരി. 10+2+3 സിസ്റ്റം വിദ്യാഭ്യാസ ഘടന കൊണ്ടുവന്നത് ഏത് കമ്മീഷനാണെന്ന് ചോദിച്ചാൽ അത് കോത്താരി കമ്മീഷനാണ്. പിന്നെന്താണ്? ആചാര്യ രാമമൂർത്തി കമ്മിറ്റി വർഷം 1990 ആണ്. NBE 1986 അവലോകനം ചെയ്യാൻ വന്നതാണത്. പിന്നെന്താണ്? ടുവേർഡ്സ് ആൻ എൻലൈറ്റൻഡ് ആൻഡ് ഹ്യൂമൻ സൊസൈറ്റി എന്ന ടേമും കൂടി ഓർത്തിരിക്കുക. ഓക്കെ, കിട്ടിയോ? ആ റിപ്പോർട്ടുകളെല്ലാം മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. എമിലിയുടെ കർത്താവാര്? എമിലി എന്ന നോവലിൻ്റെ കർത്താവാരെന്നാണ് ചോദ്യം. പെസ്ലോസി, മോണ്ടിസോറി, ഫ്രോബൽ, റൂസോ. എല്ലാവർക്കും പരിചയമായതുമാണ്. സ്ഥിരമായിട്ട് കേട്ടിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. ആരാണ്? നോക്കാം. ആരാണ്? റൂസോ ആണ് അല്ലേ. റൂസോ ആണ് എമിലിയുടെ കർത്താവ് എന്ന് പറയുന്നത്. പിന്നെ വേറെ റൂസോയുടെ വേറെ കൃതികൾ പറഞ്ഞേ. റൂസോയുടെ വേറെ കൃതികൾ ഏതൊക്കെയാണ്? സോഷ്യൽ കോൺട്രാക്ട് അല്ലേ. ഇതാണ് സോഷ്യൽ കോൺട്രാക്ട്. ആരുടെ കൃതിയാണ്? റൂസോയുടെയാണ്. പിന്നെ കൺഫെഷൻ, ദ സോഷ്യൽ കോൺട്രാക്ട്. പിന്നെന്താണ്? കൺഫെഷൻ ആരുടെയാണ്? റൂസോയുടെയാണ്. പിന്നെ ജൂലി ആരുടെയാണ്? ഇതെല്ലാം ആരുടെയാണ്? റൂസോയുടെയാണ്. അപ്പോൾ റൂസോയുടെ 4 പഠിച്ചു. ഏതൊക്കെയാണ്? എമിലി പഠിച്ചു, അതുപോലെ സോഷ്യൽ കോൺട്രാക്ട്, കൺഫെഷൻ, ജൂലി, ഇതെല്ലാം ആരുടേതാണ്? റൂസോയുടെയാണ്. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒരു കോട്ടാണ്. ഇത് ആരുടെയാണെന്നാണ് ചോദ്യം. നാം ഇന്ന് വരെ കുട്ടികളുടെ മനസ്സിൽ പലതരം അറിവുകളും കുത്തിച്ചെലുത്തുന്നതിനാലാണ് നമ്മുടെ ശക്തിയെല്ലാം കേന്ദ്രീകരിച്ചത്. അവരുടെ മനസ്സിന് പ്രചോദനമോ വികാസമോ നൽകണമെന്ന് നാം ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാര്? ഇങ്ങനെ ഓരോ കോട്ടുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വായിക്കുക. ഓരോരുത്തരുടെയും കോട്ടുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലും കാണാതെ പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു കോഡ് ഉപയോഗിച്ചോ നമ്മൾ എന്തെങ്കിലും ഒരു നോട്ട് ചെയ്ത് വെച്ചിരുന്നാലും മതി. എന്തെങ്കിലും ഒരു ടേമോ അത് വെച്ച് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇതാരാണ്? നാം ഇന്നുവരെ കുട്ടികളുടെ മനസ്സിൽ പലതരം അറിവുകളും കുത്തിച്ചെലുത്തുന്നതിലാണ് നമ്മൾ ശക്തിയെല്ലാം കേന്ദ്രീകരിച്ചത്. അവരുടെ മനസ്സിന് പ്രചോദനമോ വികസനമോ നൽകണമെന്ന് നാം ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരായിരിക്കും? ഓപ്ഷൻ നോക്കിയേ. ഗാന്ധിജി, ടാഗോർ, വിവേകാനന്ദൻ, അരവിന്ദ ഘോഷ്. ആരാണ്? ആൻസർ നോക്കാം. ആരാണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത്? ഗാന്ധിജിയാണല്ലേ. ഗാന്ധിജിയുടെ കുറേ കോട്ട്സ് ഉണ്ട്, അതെല്ലാം ഒന്ന് നോക്കി വെക്കുക. അതുപോലെ ഇതും കൂടെ നോക്കിയിട്ട് പോവുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജെറോമസ് ബ്രൂണർ ആശയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച പഠനഘട്ടങ്ങളിൽ പെടാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ്? ബിംബനഘട്ടം, പ്രതീകാത്മക ഘട്ടം, വിചിന്തന ഘട്ടം, പ്രവർത്തന ഘട്ടം. അപ്പോൾ ആദ്യം ജെറോമസ് ബ്രൂണറുടെ ആശയ രൂപീകരണം എന്താണെന്ന് അറിയണം. അതിൻ്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം. അറിയുന്നെങ്കിൽ മാത്രമേ ഇതിൽ പെടാത്തത് ഏതെന്ന് നമുക്ക് പറയാൻ പറ്റൂ അല്ലേ. നോക്കി ഏതൊക്കെയാണ്? ABCD. ഏതാണ് ആൻസറായിട്ട് വരുന്നത്? നോക്കാം. വിചിന്തന ഘട്ടമാണല്ലേ. ജെറോമസ് ബ്രൂണറുടെ ആശയ രൂപീകരണ ഘട്ടങ്ങളിൽ പെടാത്തതാണ് ഏത്? വിചിന്തന ഘട്ടം. അപ്പോൾ പെടുന്ന ഏതൊക്കെയാണ്? ബിംബന ഘട്ടം, പ്രതീകാത്മക ഘട്ടം, അതുപോലെ പ്രവർത്തന ഘട്ടം. ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കിയാലോ. എന്താണ് കൺസെപ്റ്റ് ഫോർമേഷൻ? ഒരാൾക്ക് ഒരു വസ്തുവിനെ പറ്റിയോ ഒരു ആശയത്തെ പറ്റിയോ എന്തെങ്കിലും ഒരു വസ്തുവിനെ പറ്റി കിട്ടുന്ന ആശയങ്ങളെ ക്രോഡീകരിച്ച് ഒരു കൺസെപ്റ്റിൽ എത്തിച്ചേരുന്നു അല്ലേ. അപ്പോൾ അതാണ് അദ്ദേഹം പറയുന്നത് 3 പ്രധാന ഘട്ടങ്ങളിലൂടെയാണ് എന്ത് രൂപപ്പെടുന്നതെന്നാണ് ആര് പറഞ്ഞത്? ജെറോമസ് ബ്രൂണർ കൺസെപ്റ്റ് രൂപപ്പെടുന്നതിനെ പറ്റി പറഞ്ഞത് 3 ഘട്ടങ്ങളിലൂടെയാണെന്നാണ്. നോക്കിക്കോ. ഒന്നാമത്തെ എന്താണ്? പ്രവർത്തനാത്മക ഘട്ടം.
ഇംഗ്ലീഷും കൂടെ നോട്ട് ചെയ്തോ. ഇനാക്റ്റീവ് റെപ്രസെൻറ്റേഷൻ എന്താണ്? പ്രവർത്തനാത്മക ഘട്ടം. ആ ടേമിൽ നിന്ന് തന്നെ കിട്ടും. എന്താണ്? പ്രവർത്തനങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും പഠിക്കുന്നു. എന്താണ്? പ്രവർത്തനങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെ പഠിക്കുന്നു. എല്ലാ എക്സാമ്പിൾ വെച്ച് നോക്കാം. ഒരു കുട്ടി പന്ത് എറിഞ്ഞും പിടിച്ചും പഠിക്കുന്നു അല്ലേ? അതെന്തായിരുന്നു? പ്രവർത്തിക്കുമല്ലേ? അതിന് അനുഭവങ്ങളിലൂടെയും അത് പഠിക്കാൻ പറ്റുന്നു. അതാണ് പ്രവർത്തനാത്മക ഘട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത എന്താണ്? ചിത്രാത്മക ഘട്ടം അല്ലെങ്കിൽ ബിംബന ഘട്ടം, ഐക്കോണിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതെന്താണ്? ചിത്രങ്ങൾ, ദൃശ്യങ്ങൾ, മാതൃകകൾ എന്നിവയിലൂടെ ഒരു കുട്ടിക്ക് പഠിക്കാൻ സാധിക്കുന്നെങ്കിൽ എന്താണ്? അത് എന്താന്ന് പറയാം? ബിംബന ഘട്ടത്തിനകത്ത് പറയാം. എക്സാമ്പിൾ എന്താ? ഒരു മൃഗത്തിന്റെ ചിത്രം കണ്ട് തിരിച്ചറിയുന്നു. ഇന്ന മൃഗമാണെന്നൊരു കുട്ടിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എന്തിന് ഉദാഹരണമാണ്? കൺസെപ്റ്റ് ഫോർമേഷൻ, ബിംബന ഘട്ടത്തിന് ഉദാഹരണമാണ്. നെക്സ്റ്റ് എന്താണ്? പ്രതീകാത്മക ഘട്ടം അല്ലെങ്കിൽ സിംബോളിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയും. ഭാഷ, അക്കങ്ങൾ, ചിഹ്നങ്ങൾ എന്നിവ ഉപയോഗിച്ച് പഠിക്കുന്നു. ഇപ്പൊ 2+3 എന്നുള്ളത് 5 എന്ന് മനസ്സിലാക്കുന്നു. അത് ആദ്യം എന്ത് ചെയ്യുന്നു? അതിനെ മനസ്സിലാക്കുന്നു. എന്താണ് സംഖ്യകളെന്ന് മനസ്സിലാക്കുന്നു. അത് പിന്നെ 2+3 എന്നുള്ളത് കൂട്ടുമ്പോൾ എന്താണ്? 5 എന്ന് കിട്ടുന്നു എന്ന് ആ കുട്ടി മനസ്സിലാക്കുന്നു. ഇപ്പം അല്ലാതെ 3 കൂടെ ചേർത്ത് പറയുവാണെങ്കിലോ, ഇപ്പൊ കുറെ പക്ഷികളെ കാണുന്നൊക്കെ, ഇപ്പൊ കാക്ക, പ്രാവ് ഒക്കെ കാണുന്ന ഒരു കുട്ടി ഇതെല്ലാം പക്ഷികളാണ് എന്നൊരു കൺസെപ്റ്റിലോട്ട് എത്തിച്ചേരുന്നു. ആദ്യം അത് എല്ലാം പക്ഷികളാണെന്ന് കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. ഇതിനെല്ലാം ഒരേ പ്രത്യേക ചുണ്ടുകളുണ്ട്, അല്ലെങ്കിൽ എന്താ തൂവലുകളുണ്ട്, ചിറകുകളുണ്ട്, അതൊക്കെ ആ കുട്ടി മനസ്സിലാക്കുന്നു. പിന്നീടാണ് ഇതെല്ലാം പക്ഷികളാണ്. പിന്നീട് ഒരു തത്തയെ കാണുമ്പോൾ ആ കുട്ടി എന്ത് വിചാരിക്കും? ഇതും ഈ പക്ഷി എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. ആ ഒരു കൺസെപ്റ്റിനോട് ചേർത്ത് വായിക്കും ആ കുട്ടിയല്ലേ. അതാണ് ഇതിനകത്ത് പറയുന്നത്. അത് 3 ഘട്ടങ്ങളായിട്ട് ആര് പറയുന്നു? ജെറോമസ് ബ്രൂണർ പറയുന്നു. ഇനി ബ്രൂണറുടെ നോക്കിയേ, കണ്ടെത്തൽ പഠനം, ഡിസ്കവറി ലേണിംഗ്, അതുപോലെ ആശയ രൂപീകരണം എല്ലാം കൊണ്ടുവന്നത് ആരാണ്? ബ്രൂണറാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സാനിയ ആരുമായും കൂട്ടുകൂടാറില്ല. പൊതുവെ ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യപ്പെടുന്നു. ചില സന്ദർഭങ്ങളിൽ വിതുമ്പിക്കരയും. ആ കുട്ടിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ക്ലാസ് ടീച്ചറായ നിങ്ങൾ തീരുമാനിച്ചു. ഏത് മനഃശാസ്ത്ര പഠന രീതിയായിരിക്കും നിങ്ങൾ അവലംബിക്കുക? അപ്പം എന്താണ്? നന്നായിട്ട് ക്ലാസ്സിൽ പഠിക്കുന്ന സാനിയ അങ്ങനെ ആയിരുന്നില്ല. ഇപ്പം എന്താണ്? പഠിക്കുന്നില്ല, ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നു, കരയുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളും കുറേ മാറ്റങ്ങൾ ആ കുട്ടിയിലുണ്ടാകുന്നു. അപ്പം ആ കുട്ടിയെ പറ്റി പഠിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ഓപ്ഷൻ നോക്കിയേ? അഭിമുഖം, നിരീക്ഷണം, സഞ്ചിത രേഖാ പഠനം, അതുപോലെ കേസ് സ്റ്റഡി. ഏത് രീതിയാണ് നമ്മൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക? നോക്കാം. കേസ് സ്റ്റഡിയാണ്. എന്താണ്? കേസ് സ്റ്റഡിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, കേസ് സ്റ്റഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു വ്യക്തിയെ പറ്റിയോ അല്ലെങ്കിൽ ഒരു സംഘത്തെ പറ്റിയോ അല്ലെങ്കിൽ ഗ്രൂപ്പിനെ പറ്റിയോ നമ്മൾ ആഴത്തിൽ പഠിക്കുകയാണെങ്കിൽ അതിന് സഹായിക്കുന്ന ഏതെന്ന് പറയുന്നത്? കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ആ കുട്ടിയെ പറ്റി നമുക്ക് ജസ്റ്റ് അറിഞ്ഞാൽ മതിയോ? അല്ല, കുട്ടി എന്തോ താമസിച്ച് വരുന്നുണ്ട്, പിന്നെന്താണ്? ആരുമായിട്ട് കൂട്ടുകൂടാറില്ല, ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നു, കരയുന്നു. അപ്പോൾ എന്തെങ്കിലും അതിന് പ്രശ്നങ്ങൾ കാണും. അപ്പോൾ അതിനെ ജസ്റ്റ് അതിനോട് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതിയോ? ഇല്ല, അതിൻ്റെ ഡീറ്റെയിലായിട്ട് നമുക്കതിനെപ്പറ്റി അന്വേഷിച്ചറിയണം. അപ്പോൾ അതിനെ നമുക്ക് ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെ സഹായിക്കുന്ന ഒരു അവലംബിക്കുന്ന ഒരു രീതിയാണ് ഏതെന്ന് പറയുന്നത്? കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അങ്ങനത്തെ കുറച്ച് മെത്തേഡ്സ് നോക്കിയാലോ. കേസ് സ്റ്റഡി എന്താണ്? ആഴത്തിലുള്ള പഠനമാണല്ലേ. നെക്സ്റ്റ് എന്താ? ഒബ്സർവേഷൻ, നിരീക്ഷണം, കണ്ടറിഞ്ഞു പഠിക്കൽ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഇൻ്റർവ്യൂ, ചോദിച്ചറിഞ്ഞ്. അത് സ്ട്രക്ചേർഡും ഉണ്ട്, അൺസ്ട്രക്ചേർഡും ഉണ്ട്. എന്താണ് അൺസ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ? എന്താ? നമ്മൾ കറക്റ്റ് ചോദ്യങ്ങൾ തയ്യാറാക്കി ഇൻ്റർവ്യൂ നടത്തുവാണെങ്കിൽ അത് സ്ട്രക്ചേർഡ്. അൺസ്ട്രക്ചേർഡ് എന്ന് പറയുന്നത് എന്താ? ക്യാഷ്വലായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക, മറുപടി കേൾക്കുക. അതാണ് എന്തെന്ന് പറയുന്നത്? അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? പോർട്ട്ഫോളിയോ, കുട്ടിയുടെ പഠന പ്രവർത്തനങ്ങളും നേട്ടങ്ങളും. കുട്ടിയുടെ പഠന പ്രവർത്തനങ്ങൾ, നേട്ടങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു രേഖയായിരിക്കും ഏതെന്ന് പറയുന്നത്? പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താ? അനക്ഡോട്ടൽ റെക്കോർഡ്, ഉപാഖ്യാന രേഖ. എന്താണ് ഉപാഖ്യാന രേഖ എന്ന് പറയുന്നത്? കുട്ടിയുടെ ശ്രദ്ധേയമായ ഒരു സംഭവമോ പെരുമാറ്റമോ. അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് കേൾക്കുമ്പോഴേ ഓർക്കുക, ഓൺ ദ സ്പോട്ട് റെക്കോർഡിംഗ് ആണ്. പഴയ കാര്യങ്ങളോ പുതിയ കാര്യങ്ങളോ അങ്ങനെയല്ല. ഇപ്പം നടക്കുന്ന എന്തേലും, ആ കുട്ടിയെ സംബന്ധിക്കുന്ന എന്തേലും ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അതാണ് കുട്ടിയുടെ ശ്രദ്ധേയമായ ഒരു സംഭവമോ പെരുമാറ്റമോ നമ്മൾ രേഖപ്പെടുത്തുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഉപാഖ്യാന രേഖ അല്ലെങ്കിൽ അനക്ഡോട്ടൽ റെക്കോർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? ക്യുമുലേറ്റീവ് റെക്കോർഡ് അല്ലെങ്കിൽ സഞ്ചിത രേഖ എന്ന് പറയും. കുട്ടിയുടെ വ്യക്തിപരം,
വിദ്യാഭ്യാസപരമായുള്ള വിവരങ്ങൾ ദീർഘകാലത്തേക്ക് ശേഖരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് സഞ്ചിത രേഖ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് റെക്കോർഡ്. മറ്റേ പോർട്ട്ഫോളിയോ എന്തുവായിരുന്നു? വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ. ഇതെന്താണ്? വിദ്യാഭ്യാസവും ഉണ്ട് വ്യക്തിപരമായതുകൊണ്ട് അതെന്താണ്? ദീർഘകാലത്തേക്ക് ശേഖരിക്കുന്നത് തന്നെയാണ് എന്തെന്ന് പറയുന്നത് സഞ്ചിത രേഖ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. ഇത് ഇത്രയും കാണാതെ മനസ്സിലാക്കി പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റ് ആയിട്ടോ ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ആറാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ്? ക്ലാസ് റൂം ബോധനത്തിൽ ഏറെ പ്രയോജനപ്പെടുത്തുന്ന ആശയ ഭൂപടം കൺസെപ്റ്റ് മാപ്പ് എന്ന സങ്കേതം വികസിപ്പിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, ഓപ്ഷൻ നോക്കിയേ. RS വുഡ്സ്വർത്ത്, ജോസഫ് ഡി നൊവാക്, JL മൊറീനോ, സ്റ്റീഫൻ എം കോറി. ആരാണ് കൺസെപ്റ്റ് മാപ്പ് എന്ന ആശയം വികസിപ്പിച്ചെടുക്കുന്നതിന് നേതൃത്വം കൊടുത്തതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആരാണ് നോക്കാം. ജോസഫ് ഡി നൊവാക് ആണ് എന്തിന് നേതൃത്വം എന്ത് വികസിപ്പിച്ചെടുത്തത്? കൺസെപ്റ്റ് മാപ്പ് എന്ന ആശയം വികസിപ്പിച്ചെടുത്തത്. BEdനായാലും DTCക്കായാലും എന്താണ് എല്ലാവരും കൺസെപ്റ്റ് മാപ്പൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതെന്താണ് സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് കൺസെപ്റ്റ് മാപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവണം. പിന്നെ അതെന്താണെന്ന് നോക്കാം. ജോസഫ് ഡി നൊവാക് ആണ് കൺസെപ്റ്റ് മാപ്പിംഗ് എന്ന പഠന രീതിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. എന്താണ്? ആശയങ്ങൾ തമ്മിലുള്ള ബന്ധം അല്ലേ? എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് നമ്മൾ കാണും, ആ കൺസെപ്റ്റിലേക്ക് പല പല കാര്യങ്ങളെ ആഡ് ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ എന്ത് രൂപീകരിക്കുന്നത്? കൺസെപ്റ്റ് മാപ്പ് രൂപീകരിക്കുന്നത്. ആശയങ്ങൾ തമ്മിലുള്ള ബന്ധം ദൃശ്യരൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു പഠന ബോധന ഉപകരണമാണ് ഏതെന്ന് പറയുന്നത് കൺസെപ്റ്റ് മാപ്പ് എന്ന് പറയുന്നത്. അതിനകത്തെ ഘടകങ്ങൾ നോക്കിയാലോ. അപ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ചെയ്തതുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് ഓർക്കുക, അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം കിട്ടും. അപ്പോൾ എന്താണ്? കൺസെപ്റ്റ് ആശയങ്ങൾ സാധാരണയായി വൃത്തം ബോക്സ് ഉപയോഗിച്ച് കാണിക്കുന്നു. ശരിയല്ലേ? അങ്ങനെയല്ലേ അന്ന് ചെയ്തത്? നെക്സ്റ്റ് എന്താ? ലിങ്കിങ് വേർഡ്സ്, ബന്ധിപ്പിക്കുന്ന വാക്കുകൾ. ആ ഒരു കൺസെപ്റ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന വാക്കുകൾ വ്യക്തമാക്കുന്നു, ആശയങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ വ്യക്തമാക്കുന്നു. നെക്സ്റ്റ് എന്താ? പ്രൊപ്പോസിഷൻസ്, പ്രസ്താവനകൾ. രണ്ടാശയങ്ങളും ബന്ധിപ്പിക്കുന്ന വാക്കുകളും ചേർന്ന് അർത്ഥവത്തായ ആശയത്തിലേക്ക് എത്തുന്നു. പിന്നെന്താണ്? ക്രോസ് ലിങ്ക്സ്, വ്യത്യസ്ത ആശയ ശാഖകൾ തമ്മിലുള്ള ബന്ധം. ഇപ്പം എന്താണ്? എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് നമ്മൾ വെക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കണക്ട് ചെയ്ത് വെക്കുന്നു അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാറ്. ഒരു ബാങ്കിനെ പറ്റിയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? അതിൻ്റെ പ്രത്യേകതകൾ, ഏത് ടൈപ്സ് ഓഫ് ബാങ്കുകൾ, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് കാറ്റഗറീസ് നമ്മൾ ഉൾപ്പെടുത്തിയാണ് ആ ബാങ്ക് എന്ന കൺസെപ്റ്റിലേക്ക്, ജനറൽ കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുന്നത്. ഓക്കെ, അതാണ് ആ സ്റ്റെപ്പുകൾ ഓർത്ത് വെക്കുക. എന്തൊക്കെയായിരുന്നു? ആശയങ്ങൾ, പിന്നെന്താണ്? ബന്ധിപ്പിക്കുന്ന വാക്കുകൾ, പ്രസ്താവനകൾ, പിന്നെന്താണ്? ക്രോസ് ലിങ്ക്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 5ാം ക്ലാസ്സിലെ ഒരു ഡിവിഷനിലെ 41 കുട്ടികളിൽ 12 പേരും മലയാളത്തിലെ സ്വരചിഹ്നങ്ങൾ തെറ്റിച്ചും പരസ്പരം മാറിയും എഴുതുന്നു. ടീച്ചർ എന്ന നിലയിൽ ഇത് പരിഹരിക്കാൻ നിങ്ങൾ അവലംബിക്കുന്ന ശാസ്ത്രീയ മാർഗം ഏത്? 41 കുട്ടികളെ 12 പേരും എന്താണ്? സ്വരചിഹ്നങ്ങൾ തെറ്റിച്ചും അല്ലെങ്കിൽ മാറ്റി എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ടീച്ചർ ആണെങ്കിൽ നിങ്ങൾ ഏത് രീതിയായിരിക്കും അവലംബിക്കുക? സാമൂഹിക ലേഖനം, ടീം ടീച്ചിങ്, ക്രിയാ ഗവേഷണം, മൈക്രോ ടീച്ചിങ്. ഏതാണ്? നോക്കിയാലോ. ക്രിയാ ഗവേഷണം, ആക്ഷൻ റിസർച്ച് ആണല്ലേ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാരണം? ആക്ഷൻ റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വലിയ റിസർച്ചാണ് ആക്ഷൻ റിസർച്ച് അല്ല, ഒരു സ്പോട്ടിൽ നടക്കുന്ന റിസർച്ചാണ്. അപ്പോൾ ടീച്ചർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം മനസ്സിൽ തോന്നുന്നതല്ല, നടന്ന കാര്യം. അപ്പോൾ അത് മനസ്സിലാക്കുന്നു ടീച്ചർ. അപ്പോൾ എന്ത് ചെയ്യുന്നു? സ്പോട്ടിൽ എതിരെ ഒരു ആക്ഷൻ എടുക്കുന്നു. എന്ത് ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തി അത് ശരിയാക്കി മാറ്റുന്നു. അങ്ങനെ ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത് ആക്ഷൻ റിസർച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കിയേ, ഒരു അധ്യാപകൻ തൻ്റെ ക്ലാസ്സിലെ ഒരു പ്രത്യേക പ്രശ്നം കണ്ടെത്തി. ടീച്ചർ ആ പ്രശ്നം കണ്ടെത്തി അതിന് പരിഹാരം കണ്ടെത്തുന്നതിനായി നടത്തുന്ന പ്രായോഗിക ഗവേഷണമാണ് ഏതെന്ന് പറയുന്നത് ക്രിയാ ഗവേഷണം അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ച്. നോക്കിയാൽ അതിൻ്റെ സ്റ്റെപ്പ് നോക്കിയാൽ അത് നമ്മുടെ ഈ ക്വസ്റ്റ്യനുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുക. ആദ്യം ടീച്ചർ ഒരു പ്രശ്നം കണ്ടെത്തി, എന്നിട്ട് ടീച്ചർ അതിനൊരു പരിഹാരം ആസൂത്രണം ചെയ്തു, എന്നിട്ട് അത് നടപ്പിലാക്കി. അതാണ് പ്രവർത്തനം. പിന്നെ അതിൻ്റെ ഫലം വിലയിരുത്തി. ഇപ്പം വേറെ എക്സാമ്പിൾ പറയാം. ടീച്ചർ ഒരു ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി കൊടുക്കുന്നു. അപ്പോൾ ടീച്ചർക്ക് അത് ശരിയല്ല, ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ കുട്ടികളിരുന്ന് കാര്യം പറയുകയോ വേറെ പരിപാടികളിൽ ഏർപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ ടീച്ചർക്ക് തോന്നുകയാണ് ഒന്നുകിൽ ഗ്രൂപ്പ് ചേഞ്ച് ചെയ്യുക, അല്ലെ ലീഡേഴ്സിനെ മാറ്റുക എന്നൊക്കെ ടീച്ചർക്ക് തോന്നുകയാണ്. അപ്പോൾ ടീച്ചർ അത് ശരിയായ രീതിയിൽ മാറ്റുന്നു. അപ്പോൾ അത് എന്താണോ ആക്ടിവിറ്റി കൊടുത്തത് അത് കുട്ടികൾക്ക് ശരിയായ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ടീച്ചർ എടുത്ത തീരുമാനം ശരിയല്ലേ?
അപ്പം അത് ടീച്ചർക്ക് അത് തോന്നി, അതെന്താണ് പ്രശ്നം കണ്ടെത്തി, അതിന് പരിഹാരം ആസൂത്രണം ചെയ്തു, അതിനെതിരെ പ്രവർത്തിച്ചു, അതിനൊരു ഫലം കിട്ടി. അതാണ് ആക്ഷൻ റിസർച്ച് പറയുന്നത്. എന്താണ്? പ്രവർത്തിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ഗവേഷണമാണ് ഇത് ആക്ഷൻ റിസർച്ച്. അതിൻ്റെ ഉപജ്ഞാതാവാണ് ആരെന്ന് പറയുന്നത്? സ്റ്റീഫൻ എം ഗോറി എന്ന് പറയുന്നത്. ഈ ടീം ടീച്ചിങ് എന്താണ്? കുറേ ടീച്ചേഴ്സ് വന്നിരുന്ന് പഠിപ്പിക്കുന്നതാണോ ടീം ടീച്ചിങ്? അങ്ങനെയല്ല. ഒരു കൂട്ടം അധ്യാപകർ അവരുടെ അറിവും കഴിവുകളും പങ്കുവച്ച് ഒരേ കൂട്ടം വിദ്യാർത്ഥികൾക്ക് സംയുക്തമായി അധ്യാപനം നടത്തുന്നത്. എക്സാമ്പിൾ നോക്കിയേ. ഇപ്പോൾ ഒരു ചരിത്ര അധ്യാപകൻ ഒരു വിഷയത്തിൻ്റെ ചരിത്ര ഭാഗം പഠിപ്പിക്കുന്നു. ഇപ്പോൾ ഹിസ്റ്ററിയും ജോഗ്രഫിയും പഠിപ്പിക്കുകയാണെങ്കിൽ ഹിസ്റ്ററിയിൽ നമുക്ക് എന്തിൻ്റെ ആവശ്യം കൂടി വരുന്നുണ്ട്? ജോഗ്രഫി മാപ്പിൻ്റെയൊക്കെ ആവശ്യം വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അത് കൃത്യമായിട്ട് ഒരു ജോഗ്രഫി ടീച്ചർ വന്ന് പ്രസൻറ്റ് ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും? കുട്ടികൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവിടെ എന്താണ്? ഒരു ടീം ടീച്ചിങ് ആണ് അവർ ഉപയോഗിച്ചത്. ഓക്കെ, ചരിത്ര അധ്യാപകൻ ഒരു വിഷയത്തിൻ്റെ ചരിത്രഭാഗം പഠിപ്പിക്കുകയും ഭൂമിശാസ്ത്ര അധ്യാപകൻ അതുമായി ബന്ധപ്പെട്ട ഭൂമിശാസ്ത്ര ഭാഗം പഠിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കുട്ടികൾക്ക് കിട്ടേണ്ടത് കിട്ടത്തില്ലേ പെട്ടെന്ന്? കുറച്ചും കൂടെ ചരിത്ര അധ്യാപിക പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതാണ് ടീം ടീച്ചിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടീം ടീച്ചിങ് എന്ന് പറയുന്നത് എന്താ? ഒന്നിലധികം അധ്യാപകർ സംയുക്ത ആസൂത്രണം പ്ലസ് ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. 2 ടീച്ചർമാർ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് വന്ന് പഠിപ്പിക്കുന്നു എന്ന് മാത്രം. ഇനി എന്താണ് മൈക്രോ ടീച്ചിങ്? പഠിച്ചിട്ടുള്ളതല്ലേ? എല്ലാവരും ക്ലാസ് ഒക്കെ എടുത്തിട്ടുള്ളതാണ്. ആരാണ് അതിൻ്റെ ഉപജ്ഞാതാവ്? W. അലൻ ആണ്. എന്തിൻ്റെ ഉപജ്ഞാതാവ്? മൈക്രോ ടീച്ചിങ്ങിൻ്റെ ഉപജ്ഞാതാവ്. എന്താണ്? കുറഞ്ഞ സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുക അല്ലേ? 5-10 മിനിറ്റ് കൊണ്ട് ചെറിയൊരു ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത് മൈക്രോ ടീച്ചിങ്. ചെറിയ സമയം, ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ, ഒരു നൈപുണ്യം, അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടുക. അതിൻ്റെ സ്റ്റെപ്സ് പഠിച്ചിട്ടില്ലേ? എന്തൊക്കെയായിരുന്നു? ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യുന്നു, അത് പഠിപ്പിക്കുന്നു, അതിന് ഫീഡ്ബാക്ക് കിട്ടുന്നു. ഫീഡ്ബാക്കിനനുസരിച്ച് നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നു? റീപ്ലാൻ ചെയ്യുന്നു, റീടീച്ച് ചെയ്യുന്നു, ഫീഡ്ബാക്ക് കിട്ടുന്നു. മലയാളത്തിൽ നോക്കി ആസൂത്രണം, പഠിപ്പിക്കൽ, പ്രതികരണം, പുനരാസൂത്രണം, വീണ്ടും പഠിപ്പിക്കൽ, വീണ്ടും പ്രതികരണം. സ്റ്റെപ്സ് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. പിന്നെ ആരാണത് കണ്ടെത്തിയത്? W. അലനാണെന്ന് ഓർത്ത് വെക്കുക. പിന്നെ എത്ര സമയമാണ്? ചെറിയൊരു ടോപ്പിക്കല്ലേ പഠിപ്പിക്കുന്നത്. ഫീഡ്ബാക്ക് എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു 5-10 മിനിറ്റ് മാത്രം കുറച്ച് കുട്ടികളെ വെച്ച് ക്ലാസ് എടുക്കുന്ന രീതിയാണ് ഇത് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എറിക് എച്ച് എറിക്സന്റെ മനോസാമൂഹിക വികാസ സിദ്ധാന്ത പ്രകാരം സ്കൂൾ പ്രായത്തിൽ 6 മുതൽ 12 വരെ നേരിടുന്ന പ്രതിസന്ധി ഏതെന്നാണ്? 6 മുതൽ 12 വയസ്സ് വരെ നേരിടുന്ന പ്രതിസന്ധി ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഊർജ്ജസ്വലത വേഴ്സസ് അപഹർഷത, ആഴത്തിലുള്ള അടുപ്പം വേഴ്സസ് ഒറ്റപ്പെടൽ, വിശ്വാസം അവിശ്വാസം, സ്വാശ്രയത്വം ലജ്ജ. പഠിച്ചിട്ടില്ലേ? എന്താണ് എറിക്സന്റെ മനോസാമൂഹിക വികാസ സിദ്ധാന്തത്തെ പറ്റി എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് 8 സ്റ്റേജസ് പഠിച്ചിട്ടുണ്ട്. എന്താണ് എറിക്സൺ പറയുന്നത്? എന്താണ് എറിക്സൺ പറയുന്നത്? 8 ഘട്ടങ്ങളിലൂടെയാണ് ഒരാളുടെ ജീവിതം ജനനം മുതൽ മരണം വരെ എന്താണ് 8 ഘട്ടങ്ങളിലൂടെയാണ് പോകുന്നതെന്ന് പറഞ്ഞു. സന്തോഷവും അതുപോലെ ക്രൈസിസും, ഓരോ ഘട്ടത്തിലും ഓരോ ക്രൈസിസ് നേരിടേണ്ടി വരും. അതും ആര് പറയുന്നുണ്ട്? എറിക്സൺ പറയുന്നുണ്ട്. ഊർജ്ജസ്വലത വേഴ്സസ് അപഹർഷത. ഊർജ്ജസ്വലത അത് ശരിയായ രീതിയിലാണെങ്കിൽ അത് പിന്നെ ഒരു ക്രൈസിസ് ആയിരിക്കും. എന്തെന്ന് പറയുന്നത്? അപഹർഷത. അങ്ങനെ ഓരോ ടേമിലും ഓരോ സ്റ്റേജസിലും ഓരോ നേട്ടവും അതുപോലെ ഓരോ ക്രൈസിസും ആര് പറയുന്നുണ്ട്? എറിക്സൺ പറയുന്നുണ്ട്. ഇവിടെ 6 മുതൽ 12 വയസ്സ് വരെ ഏത് ക്രൈസിസ് ആണ് ഏത് പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയാലോ? ഊർജ്ജസ്വലത വേഴ്സസ് അപഹർഷത എന്നുള്ളതാണ് 6 മുതൽ 12 വയസ്സ് വരെ ഒരു കുട്ടി നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. എന്താണ് ഫസ്റ്റ് സ്റ്റേജ്? എന്താണ് എറിക്സൺ പറയുന്ന 8 സ്റ്റേജിൽ ഒന്നാമത്തെ സ്റ്റേജ് എന്താണ്? വിശ്വാസം വേഴ്സസ് അവിശ്വാസം, ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. എത്ര വയസ്സാണ്? ജനനം മുതൽ 1.5 വയസ്സ് വരെയുള്ളതാണ് ഏതെന്ന് പറയുന്നത് ഈ ഫസ്റ്റ് സ്റ്റേജ്, വിശ്വാസം വേഴ്സസ് അവിശ്വാസം എന്ന് പറയുന്നത്. എന്താണ് ഒരു കുട്ടി 1.5 വയസ്സിന് മുമ്പ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു കുട്ടിയല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു? കുട്ടിക്ക് ആവശ്യം അമ്മയാണ്, അതുപോലെ പാല് വേണം, അതൊക്കെയാണ് കുട്ടിയുടെ അപ്പോഴത്തെ ആവശ്യം. അപ്പോൾ കുട്ടി എന്താണ് എടുക്കാൻ പറയുമ്പോൾ എടുക്കാൻ ഒരാൾ, പാല് വേണമെന്ന് പറയുമ്പോൾ പാല് കൊടുക്കുക. അങ്ങനെ കുട്ടിക്കൊരു വിശ്വാസം വേണം. അങ്ങനെ ഒരു വിശ്വാസം ലഭിക്കുന്നുണ്ട്, അതെല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അവരോടൊരു വിശ്വാസം ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നൊരു അവിശ്വാസം, ഇത് ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നൽ ആ കുട്ടിയിൽ അവിശ്വാസമായിട്ട് രൂപപ്പെടും. അതാണ് അവിടെ ക്രൈസിസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? സ്വാശ്രയത്വം വേഴ്സസ് ജാള്യതയും സംശയവും, ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. എത്ര വയസ്സാണ്? 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെയാണ് പറയുന്നത്. ഒരു 1.5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടികൾ എഴുന്നേറ്റ് നടക്കുന്ന ഒരിതിലേക്ക് വരുന്നു. പിന്നെന്താണ് ഭക്ഷണം നല്ലപോലെ കഴിക്കുമെന്നല്ല,
ജസ്റ്റ് കഴിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നു, അങ്ങനെയൊക്കെ വരത്തില്ലേ. അപ്പം എന്ത് ചെയ്യുന്നു, അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യും, ഒരു സ്വാശ്രയത്വം, ഓട്ടോണമി ഫീൽ ചെയ്യും. പക്ഷെ അതിനെ വഴക്ക് പറയുകയാണെങ്കിൽ കുട്ടികൾ വിചാരിക്കുന്നത് എന്താ, ഞാൻ ചെയ്ത തെറ്റെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, ഒരു സംശയം കുട്ടികളിൽ ഉടലെടുക്കുന്നു അല്ലേ. അതാണ് അതിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, മുൻകൈ എടുക്കൽ അല്ലെങ്കിൽ കുറ്റബോധം, ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. എത്ര വയസ്സ് മുതലാണ്? 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയാണ് അത് പറയുന്നത്. 3 വയസ്സ് മുതൽ 6 വയസ്സ് എന്ന് പറയുമ്പോൾ കുട്ടി കുറച്ച് വലുതായി. അപ്പോൾ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ, ഇപ്പം സ്വന്തമായിട്ട് ഡ്രസ്സ് ഇടുക, അതുപോലെ ചെരുപ്പിടുക, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങുന്നത് ഏത് വയസ്സിലാണ്? ഈ 3 വയസ്സ് മുതലൊക്കെ ആയിരിക്കും. അപ്പോൾ അതിന് മുൻകൈ എടുക്കുമ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യും, ഒരു കുറ്റബോധം കുട്ടികളിൽ ഫീൽ ചെയ്തു. നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിലോ അത് ചെയ്യാനുള്ള ടെൻഡൻസി പിന്നെയും കുട്ടികളിൽ തോന്നും. നെക്സ്റ്റ് എന്താണ്, ഊർജ്ജസ്വലത വേഴ്സസ് അപഹർഷത, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞില്ലേ, അതാണ്. 6 മുതൽ 12 വയസ്സ് വരെയാണ്. എന്താണ്, സ്കൂളിലൊക്കെ ചേരുന്ന ഒരു സമയമായി അല്ലേ. 6 വയസ്സാകുമ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ ചേർന്നു. അപ്പം നമ്മൾ ഓരോ പരിപാടികളിലൊക്കെ ചേരും. പിള്ളേരെ സംബന്ധിച്ച് ഓരോ കലാപരിപാടികളിലൊക്കെ ചേരുന്നു. അപ്പോൾ എന്താണ്, വിജയിക്കുന്നു എന്ന് വെക്കുക. ഒരു കുട്ടി വിജയിക്കുവാണെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യുന്നു, അത് ചെയ്യാനുള്ള ടെൻഡൻസി പിന്നീട് എന്ത് ചെയ്യുന്നു, അത് വർദ്ധിക്കുന്നു. പിന്നെ കിട്ടിയില്ലെങ്കിലോ, അത് പരാജയമാണ് കുട്ടിക്ക് സംഭവിക്കുന്നെങ്കിൽ എന്ത് ചെയ്യും, ഒരു അപഹർഷതാബോധം ആ കുട്ടിയിലുണ്ടാവും. നെക്സ്റ്റ് എന്താണ്, അവബോധം അല്ലെങ്കിൽ റോൾ സംശയങ്ങൾ, ഐഡന്റിറ്റി വേഴ്സസ് റോൾ ഓഫ് കൺഫ്യൂഷൻ. 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയാണ് അത് പറയുന്നത്. അതിനകത്ത് എന്താണ്, കുട്ടിക്ക് കുറെ ഇനി എന്താണ്, ഇത്ര വയസ്സായില്ലേ, 12 വയസ്സ് തൊട്ടല്ലേ, അപ്പം എൻ്റെ ലക്ഷ്യം എന്താണ്, ഞാൻ ആരാവണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു പ്രായം. അതൊരു ഇപ്പം ഞാൻ ടീച്ചർ ആവും എന്നൊരു കുട്ടിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമെങ്കിൽ ആ കുട്ടിക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാം. ഇല്ലെങ്കിൽ എന്താണ്, ഒരു കൺഫ്യൂഷനാണ്, എന്താവും എന്നുള്ളൊരു കൺഫ്യൂഷൻ ആ കുട്ടിയിൽ നിലനിൽക്കും. നെക്സ്റ്റ് എന്താണ്, ആഴത്തിലുള്ള അടുപ്പം അല്ലെങ്കിൽ ഒറ്റപ്പെടൽ, കൂട്ടുകാരുമായിട്ട് കൂടുതൽ ആത്മബന്ധം കൊണ്ടുവരിക, അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു ആഴത്തിലുള്ള അടുപ്പം ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്താണ്, ഒറ്റപ്പെട്ട ഒരവസ്ഥയായിരിക്കും. ഓക്കെ. നെക്സ്റ്റ് എന്താണ്, ജനറേറ്റിവിറ്റി അല്ലെങ്കിൽ സ്റ്റാഗ്നേഷൻ, സൃഷ്ടി അല്ലെങ്കിൽ മുരടിപ്പ്. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയാണ് ഒരു കുടുംബം, കുട്ടി, അങ്ങനെയൊക്കെ രൂപപ്പെടേണ്ട ഒരു പ്രായം. കുറേ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടാവേണ്ട പ്രായം. ഓക്കെ. അതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എന്താണ്, സൃഷ്ടി ഉണ്ടെന്ന് പറയാം. നെക്സ്റ്റ് അതൊന്നും ഇല്ലെങ്കിൽ എന്താണ്, ഒരു മുരടിച്ച അവസ്ഥയായിരിക്കും. നെക്സ്റ്റ് എന്താണ്, മനസ്സന്തുലനം അല്ലെങ്കിൽ തളർച്ച, ഈഗോ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പയർ. 60 വയസ്സിന് ശേഷമാണ്. 60 വയസ്സായ ഒരാൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെക്കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ എന്നൊരു സന്തോഷം ഉണ്ടാവുകയാണെങ്കിൽ അതെന്താണ്, മനസ്സന്തുലനമായിട്ട് വരും. നെക്സ്റ്റ് എന്താണ്, എനിക്ക് ഇനിയും ചെയ്യാമായിരുന്നു, അല്ലെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, അത് അയാളിൽ എന്തുണ്ടാക്കും, ഒരു തളർച്ച ഉണ്ടാക്കും അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് എറിക്സൺ 8 സ്റ്റേജുകളിലൂടെ പറഞ്ഞത്. അപ്പോൾ 8 സ്റ്റേജും കൃത്യമായിട്ട് മനസ്സിലാക്കി എക്സാമ്പിളിലൂടെ ഓർത്ത് വെക്കാമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ 8 സ്റ്റേജസും കിട്ടിയല്ലോ. ഓക്കെ, താങ്ക് യു.